നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് വന്നിരുന്നു. അതായത് എല്ലാവർക്കും തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതിനുള്ള തീരുമാനം. കിടപ്പ് രോഗികളായവരെ മാത്രം അല്ലെങ്കിൽ തീവ്ര ഭിന്നശേഷി നേരിടുന്നവരെ മാത്രം ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചതായിട്ടാണ് വിവരം. നിലവിൽ ഏറ്റവും സുരക്ഷിത മാർഗം എന്ന രീതിയിൽ തന്നെയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നൽകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നത്. എന്നാൽ ഇത് ഉടനടി നടപ്പിലാക്കുന്ന കാര്യമല്ല. എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓണത്തിന് തുടർന്നുള്ള മാസങ്ങളിൽ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ലഭിക്കും. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനും അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സാവകാശം അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തരികയും ചെയ്യും. എല്ലാവർക്കും തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള സമയവും സാവകാശവും നൽകിയായിരിക്കും ഇത്തരം പുതിയ സംവിധാനങ്ങൾ ക്രമീകരിക്കുക, പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, കൃത്യമായിട്ട് അഴിമതി തടയുക, അതോടൊപ്പം തന്നെ കൃത്യസമയത്ത് വിതരണം നടത്തുക പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് മാത്രമല്ല, നിലവിൽ ബാങ്ക് അക്കൗണ്ടിൽ ധനസഹായം സ്വീകരിക്കുന്ന ആർക്കും പുതിയ അക്കൗണ്ടിന് വേണ്ടി ഓപ്പൺ ചെയ്യേണ്ടതായിട്ടില്ല. നിലവിൽ ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ധനസഹായം ലഭിക്കുകയും ചെയ്യും. കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കാണ് ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായി വരിക. അതിനുള്ള സമയപരിധി ഉണ്ടാകും. അതുമാത്രമല്ല, നിലവിൽ ഇതിനെ സംബന്ധിച്ച അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടുമില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ അറിയിപ്പുകൾ ലഭിക്കുന്നവർക്ക് മാത്രം നമ്മളുടെ ഭാഗത്തു നിന്ന് അക്കൗണ്ട് ഓപ്പണിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയാകും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ KCC ലോൺ, അതായത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി. നമ്മളുടെ കൃഷിഭൂമി അടിസ്ഥാനമാക്കി, ചെയ്യുന്ന വിളയെ അടിസ്ഥാനമാക്കി 4% പലിശയിൽ, ബാക്കി പലിശ സബ്സിഡി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലഭിക്കുന്ന വായ്പാ പദ്ധതിയാണിത്. കേന്ദ്ര സർക്കാരിൻ്റെ വായ്പാ പദ്ധതിയാണ്. അപ്പോൾ ഈ വായ്പാ പദ്ധതി വഴി നമുക്ക് പരമാവധി 2 ലക്ഷം രൂപ വരെ ഈടില്ലാതെ ലഭിക്കുന്നുണ്ട്. ഈട് കൂടി വെച്ച് നമുക്ക് അതിൽ കൂടുതൽ വായ്പ എടുക്കുന്നതിന് വേണ്ടി സാധിക്കും. ഹ്രസ്വകാല വായ്പാ പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കപ്പെടുന്നത്. എല്ലാ വർഷവും പുതുക്കിയെടുക്കുന്ന സംവിധാനമാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു കാർഡ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ കാർഡ് വഴി, ATM രൂപത്തിലുള്ള കാർഡ് വഴി നമുക്ക് തുക പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒക്കെ പിൻവലിക്കുന്നതിന് വേണ്ടി സാധിക്കും. അതുമാത്രമല്ല, ക്രെഡിറ്റ് കാർഡ് രീതിയിലായതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം തുക വരുന്ന സമയത്ത് തിരികെ ഈ അക്കൗണ്ടിലേക്ക് ഇടുകയും ചെയ്യാം. എടുക്കുന്ന തുകയ്ക്ക് മാത്രമുള്ളൊരു പലിശ നിരക്കായിരിക്കും ഇതിന് കണക്കാക്കുക. അപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ സംസ്ഥാനത്തെ നാഷണലൈസ്ഡ് ബാങ്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുക. യൂണിയൻ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ബാങ്കുകളിൽ കൂടുതൽ പ്രാധാന്യം നൽകി ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിവിധ രോഗങ്ങൾ മൂലം അത് വെല്ലുവിളികളൊക്കെ നേരിടുന്നവർക്ക് അപേക്ഷകൾ വയ്ക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ മാസങ്ങളിൽ വരെയുള്ള അപേക്ഷകളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ തീർപ്പ് കൽപ്പിച്ചു. ആനുകൂല്യം അർഹതപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ, മറ്റ് ജനസേവാ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. നമ്മളുടെ വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ, മറ്റ് സർട്ടിഫിക്കറ്റുകൾ, അതോടൊപ്പം തന്നെ ഗുണഭോക്താവിനെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങളെല്ലാം തന്നെ ഇതിനു വേണ്ടി ആവശ്യം. ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ, അതോടൊപ്പം തന്നെ ഇമെയിൽ ID പോലുള്ള കാര്യങ്ങളും ഗുണഭോക്താവിന് ആവശ്യമാണ്. ഇതിനെ തുടർന്നുള്ള അപ്ഡേഷൻ എല്ലാം തന്നെ ട്രാക്ക് ചെയ്യുന്നതിന് നമുക്കൊരു ടോക്കൺ നമ്പർ പോലെയൊക്കെ ലഭിക്കുന്നതാണ്. ഈ നമ്പർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യുന്നതിനും അതിൻ്റെ തത്സ്ഥിതി അറിയുന്നതിനൊക്കെ സാധിക്കുന്നതായിരിക്കും. നമ്മൾ കൊടുക്കുന്ന അപേക്ഷയിൽ കൃത്യമായിട്ട് ഫീൽഡ് തല വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും, ഭൗതിക പരിശോധനകളുണ്ടാകും. അതിനൊക്കെ ശേഷം അർഹതയുള്ള വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം വരികയാണ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.